ഹായ് ഗൈസ്, വീട്ടിലൊരു സാധനം സെറ്റാക്കാൻ കേട്ടോ. മഴക്കാലമുള്ള വരാൻ പോണത്. എൻ്റെ വീട്ടിലും അതുപോലെ തറവാട് വീട്ടിലും കിണറുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എടുക്കുന്നത് കിണറ്റിലെ വെള്ളമാണ്. അൽഹംദുലില്ലാ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഞങ്ങളുടെ പരിസരത്തുള്ള വീടുകളിലൊക്കെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനൊന്നും ഇല്ല, കിണറ്റിൽ നിന്ന് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തറവാട്ട് വീട്ടിൽ നിന്നാണ് ഞാനും ജ്യേഷ്ഠനും തറവാട്ടിലും ഒക്കെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. തറവാട് വീട്ടിലെ കിണറും ക്ലീൻ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ കിണറും ക്ലീൻ ചെയ്യാനുണ്ട്. എൻ്റെ വീട്ടിലെ ചെറിയ കിണറാണ്, അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വീട്ടിലെ കിണർ ഇതാണ് കേട്ടോ, ചെറുതാണ്. തറവാട്ടിലെ കിണർ ഇതാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ഞങ്ങൾ 3 വീട്ടിലേക്കുള്ള വെള്ളം എടുക്കുന്നത്. ഇതാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം എൻ്റെ വീട്ടിലെ കിണറും ക്ലീൻ ചെയ്യും. നമ്മുടെ ചേട്ടന്മാരോട് എത്തിയിട്ട് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ നമ്മുടെ വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഞാൻ കിണറിൻ്റെ ഉസ്താദ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. വേറെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തി. ബാബു. ആ, ചേട്ടൻ്റെ പേരും പറ. രാജപ്പൻ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആർച്ചി. വെള്ളം വറ്റിക്കുന്നതിന് മുമ്പ് പമ്പിലേക്ക് പെട്ടെന്ന് വെള്ളം കയറി വരാനായിട്ട് ഹോസിൽ വെള്ളം നിറക്കുന്നതാണ്ട് ഈ കാണുന്നത്. തറവാട്ടിലെ കിണറിന്റെ ഉള്ളിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ചേട്ടൻ റിങ്ങിലെ പൂപ്പലും പായലും ഒക്കെ ക്ലീൻ ചെയ്യാണ്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഹോസ് കിണറിലേക്ക് ഇറക്കുകയാണ് കേട്ടോ. പമ്പ് സെറ്റ് ചെയ്യുന്ന വിജയൻ ചേട്ടനോട് കുശലാന്വേഷണത്തിലാണ് ഞങ്ങളുടെ ഗ്രേറ്റ് ഫാദർ. പമ്പ് ആദ്യം ഒന്ന് സ്റ്റാർട്ടാക്കി വാക്വം ക്ലിയർ ആക്കിയ ശേഷമാണ് കേട്ടോ വെള്ളം വറ്റിച്ചു കൊടുക്കുന്നത്. ഇനി പമ്പിലേക്ക് ഹോസ് കണക്ട് ചെയ്ത ശേഷം വറ്റിക്കാനായിട്ട് തുടങ്ങും. അതേസമയം എൻ്റെ വീട്ടിലെ കിണറ്റിലെ പായലും മറ്റും കളയാനായിട്ട് ബാബു ചേട്ടൻ റെഡി ആയിരിക്കേണ്ടിരിക്കുകയാണ്. അങ്ങനെ തറവാട്ടിലെ കിണറിന്റെ ക്ലീനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പായലും പൂപ്പലൊക്കെ കളഞ്ഞതിന് ശേഷം റിങ്ങൊക്കെ തേച്ചൊരിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ കിണറ്റിലാണെങ്കിൽ ബാബുചേട്ടൻ തകൃതിയായിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പായലും പൂപ്പലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. തറവാട്ടിലെ കിണറ്റിലാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ചേട്ടനും രാജപ്പൻ ചേട്ടനും പിന്നെ നമ്മുടെ ഉസ്താദ് വിജയൻ ചേട്ടനും കൂടി പണിത്തിരക്കിലാണ് കേട്ടോ. ഇനി റിങ്ങിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ്. പായലും പൂപ്പലൊക്കെ തേച്ചൊരച്ച് കളഞ്ഞതാണല്ലോ, പിന്നെ വെള്ളം കോരി ഒഴിച്ച് അത് ക്ലീൻ ചെയ്യണം ഇപ്പൊ കാണുന്നത്. ചെറിയ രീതിയിൽ അഴുക്കും ചെളിയൊക്കെ ഉണ്ടായിരുന്നു, അത് കോരിക്കളയാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ പമ്പിങ് രണ്ടാമതും തുടങ്ങി കേട്ടാ. ഇനി വെള്ളം ഫുള്ള് വറ്റിച്ചതിന് ശേഷം ഒരുക്കുള്ളൂ ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഇത് നോക്കിയേ, റിങ്ങിന്റെ സൈഡിൽ നിന്ന് ഉറവ ഇങ്ങനെ തുളുമ്പി വരുന്ന കണ്ട. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാട്ടാ. അൽഹംദുലില്ലാ ഞങ്ങളുടെ കിണറ്റിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കിണർ വറ്റിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മെയ് മാസമാണ്. നമ്മൾ ഈ കിണർ വറ്റിക്കുന്നത് 2026 മെയ് 10-നാണ്. അപ്പൊ ഇവിടുത്തെ പമ്പിങ് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലെ കിണറ്റിലെ പായലൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി പമ്പ് വെച്ചിട്ട് വെള്ളം വറ്റിക്കണം. പമ്പ് സെറ്റും ഹോസുമായിട്ടൊക്കെ ചേട്ടന്മാര് വരുന്നുണ്ട്. ഇനി അതെല്ലാം സെറ്റാക്കിയിട്ട് വേണം വെള്ളം വറ്റിക്കാനായിട്ട്. ഇതാ നമ്മുടെ വിജയൻ ചേട്ടൻ സെറ്റായിട്ടുണ്ട്. പമ്പിലേക്ക് വെള്ളം പെട്ടെന്ന് പിക്കപ്പ് ആവാനായിട്ട് വിജയൻ ചേട്ടൻ വെള്ളം ഹോസിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. വിജയൻ ചേട്ടൻ ഹോസൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. ഇനി ഹോസ് സെറ്റാക്കിയതിന് ശേഷം ആദ്യം ഒന്ന് പമ്പ് ചെയ്യും. അതിനുശേഷമാണ് മെയിൻ ആയിട്ടുള്ള പമ്പിങ് തുടങ്ങുന്നത്. അങ്ങനെ ടെസ്റ്റിംഗ് ആയിട്ടുള്ള പമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ബാബുച്ചേട്ടനാണ് നമ്മുടെ കിണറ്റിലുള്ളത് കേട്ടോ. തറവാട്ടിലെ കിണറ്റിലും എൻ്റെ വീട്ടിലെ കിണറ്റിലും ബുഷ് ഇറക്കിയിട്ടുണ്ട്. ഇനി ഈ ബുഷ് എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നിലവിലുള്ള റിങ്ങിന്റെ അകത്ത് വാവട്ടം കുറഞ്ഞ റിങ് ഇറക്കി കിണറിന്റെ ആഴം കൂട്ടുന്ന പ്രോസസ്സാണ് ഈ ബുഷിങ്. വെള്ളം അഴുക്കൊക്കെ കൂടി നമ്മുടെ പ്ലോട്ടിൽ തന്നെയാണ് കേട്ടോ പമ്പ് ചെയ്യണത്. ഞാനൊന്ന് സൂം ചെയ്യാം. നേരത്തെ പറഞ്ഞ ബുഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിങ്ങിന്റെ അകത്ത് തന്നെ മറ്റൊരു റിങ് കാണുന്നില്ലേ? പമ്പിങ് ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിണറ്റിലെ വെള്ളം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ ബാബുച്ചേട്ടൻ അതൊന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ നിന്ന് ഉറവ് വരുന്ന നോക്കി. പക്ഷെ തറവാട്ടിലെ പോലെ അങ്ങനെ വെള്ളം തുളുമ്പി വരുന്നൊന്നുമില്ല കേട്ടാ. അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഉറവുണ്ട് ഇവിടെ. കിണറ്റിലെ ചെളിയും അഴുക്കുകളൊക്കെ ബക്കറ്റിലേക്ക് പതിയെ എടുത്ത് മാറ്റാനിട്ട് ബാബുച്ചേട്ടൻ. ഇത് നേരെ അത് പുറത്തേക്ക് വലിച്ച് കളയും. അങ്ങനെ രണ്ടാമതും പമ്പിങ് തുടങ്ങി. ഇനി വെള്ളം ഫുള്ള് വറ്റിയതിന് ശേഷമാണ് കേട്ടോ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പമ്പിങ് ഒക്കെ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തിയൊക്കെയാണ്. ഇത് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അറ്റം വരെ ആയിട്ടുണ്ട്. വെള്ളം തീരാറായി. അങ്ങനെ പമ്പിങ് ഒക്കെ കഴിഞ്ഞിട്ടാ ക്ലീനിങ്ങിന് ശേഷം ബാബുച്ചേട്ടൻ കിണറ്റിന്ന് കയറിയാണ്. ഇതാണ് എന്റെ ബ്രദർ സുബൈർ. അങ്ങനെ 2 കിണറിന്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോ ഹോസൊക്കെ മടക്കി പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാര്. ക്ലീൻ ചെയ്ത ശേഷം 2 കിണറൊന്ന് കാണണ്ടേ. ഇതാണ് വീട്ടിലെ കിണർ കേട്ടോ. എൻ്റെ വീട്ടിലെ കിണർ. പിന്നെ തറവാട് വീട്ടിലെ കിണർ നമുക്ക് കാണാം. ഇതാണ് തറവാട് വീട്ടിലെ കിണർ. പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാര് പോവുകയാണ്. വിജയൻ ചേട്ടാ, അപ്പോൾ ഓക്കെ, ഇനി കാണാം കേട്ടാ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചേട്ടന്മാർ പോയി. വെള്ളം ഇപ്പോൾ ഊറി റെഡി ആയിട്ടുണ്ട്. കിണറുകളുള്ള ആളുകൾ എന്തായാലും നല്ല രീതിയിൽ സംരക്ഷിക്കണം. പറ്റുമെങ്കിൽ ദിവസവും കോരണം. ഇനി അടുത്ത ഒരു യുദ്ധം വരാനിരിക്കുന്നത് വെള്ളത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ശുദ്ധജലത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം. പ്രത്യേകിച്ച് പൊതു കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം.